ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. അപ്പോൾ മാർച്ച് മാസത്തെ ഫലം നമ്മൾ അറിയുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് നോക്കാം. കുംഭക്കൂറുകാർ എന്ന് പറയുമ്പോൾ, കുംഭലഗ്നക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ആ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 2 സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യൻ മാർച്ച് 15 ജന്മരാശിയിൽ നിന്നും 2 രാശി മാറുന്നു. ചൊവ്വ ഇപ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ബുധനും ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. പക്ഷേ ആ ബുധൻ മാർച്ച് 20 വരെ ജന്മരാശിയിൽ വക്രത്തിലായിരിക്കും. അതിനുശേഷം ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. ഗുരു ആണെങ്കിൽ 5 സഞ്ചരിക്കുന്ന സമയമാണ്. മാർച്ച് 11 ആവുമ്പോൾ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു മാർച്ച് 11 വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. ശുക്രൻ മാർച്ച് 2 ജന്മരാശിയിൽ നിന്നും 2ാം ഭാവരാശിയിലേക്ക്, അതായത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. 25 ആ ശുക്രൻ 3ാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു. ജന്മരാശിയിൽ രാഹു ഉണ്ട്. അതുപോലെ 7 കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മാർച്ച് മാസത്തെ ഗ്രഹസ്ഥിതി പൊതുവെ എടുക്കുമ്പോൾ ശുക്രനും സൂര്യനും ആണ് 2 രാശി മാറുന്നത്. ബുധനും അതുപോലെ ഗുരു, ഈ 2 ഗ്രഹങ്ങളുടെയും വക്രസ്ഥിതി മാറി 2 ഗ്രഹങ്ങളും നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത. നമുക്ക് മാർച്ച് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്നരാശിയാധിപനായുള്ള ശനി 2 ജന്മരാശിയിലാണെങ്കിൽ രാഹു ഉണ്ട്, ചൊവ്വയുണ്ട്, ബുധനുണ്ട്, ആദ്യ പകുതി സൂര്യനുമുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ജന്മരാശിയിലൊക്കെ രാഹുവിൻ്റെയും ചൊവ്വയുടെയും സൂര്യൻ്റെയും ഒക്കെ സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അല്പം റാഷായിട്ടുള്ള ഒരു പ്രകൃതമായിരിക്കും വരുന്നത്. ബോഡി പെയിനിന് സാധ്യതയുണ്ട്. ചിലർക്ക് സ്കിൻ റിലേറ്റഡായിട്ട്, അലർജി റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. പൊതുവെ ഒരു മാനസിക ടെൻഷൻ ഉള്ള സമയം എന്ന് പറയാം. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നു. 15 2 മാറുന്നു. അപ്പോൾ ജന്മരാശിയിലൊക്കെ സൂര്യൻ നിൽക്കുമ്പോൾ പൊതുവെ നമുക്ക് ഹെഡേക്ക്, അതുപോലെ മൈഗ്രെയിൻ പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. മാർച്ച് 15 കഴിയുമ്പോൾ 2 മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നയന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്ക് ഉണ്ടായെന്ന് വരാം. ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ ഈ മൗത്ത് ഡ്രൈനസ് ഒക്കെ ചിലപ്പം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 7 ആദ്യ വാരമൊക്കെ ഗ്രഹണം നടക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ചിലർക്ക് ആ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യവാരത്തിൽ കാണുന്നുണ്ട്. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ജന്മരാശിയിൽ ബുധനുണ്ട്, ജന്മരാശിയിൽ രാഹുവുണ്ട്, സൂര്യനും ആദ്യത്തെ പകുതി ജന്മരാശിയിലുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് സ്വന്തം പ്രയത്നത്തിലൂടെ നമ്മുടെ ഉപജീവനം മാർഗം കണ്ടെത്താനുള്ള ശ്രമം കൂടുന്ന സമയമാണ്. തൊഴിലിലൊക്കെ പൊതുവെ ഊർജ്ജസ്വലതയൊക്കെ കൂടും. പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രായോഗിക ബുദ്ധി ഒക്കെ കൂടും. സ്വതന്ത്ര ചിന്ത ഈ തൊഴിലിടത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവങ്ങളുണ്ടാകും. അതുപോലെ ചിലർക്ക് ഈ ജന്മരാശിയിലൊക്കെ സൂര്യൻ നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിൽ ഉയർന്ന അധികാരമൊക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പൊതുവെ നമുക്ക് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതേസമയം ഈ ചൊവ്വയും രാഹുവും സൂര്യനും ഒക്കെ ജന്മരാശിയിൽ ആയതുകൊണ്ട് നമുക്ക് തൊഴിലിടത്ത് ചിലപ്പോൾ ഈ കൂറുകാർക്ക് അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാവുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വരാം.
പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു പ്രകൃതം, അത് തൊഴിലിടത്ത് കഴിവതും ഒഴിവാക്കണം. തൊഴിലന്വേഷകർക്ക് പൊതുവെ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. അതുപോലെ ആദ്യവാരം കഴിയുമ്പോൾ ആ ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ അത് ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് ആ ഗുരുവിൻ്റെ നേർസഞ്ചാരം വഴിതെളിക്കും. സാമൂഹ്യ ബന്ധം വഴിയോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതുവഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. കഴിവതും ആ ക്ഷോഭിക്കുന്ന പ്രകൃതം നിയന്ത്രിച്ചു പോകുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ൽ കേതുവാണ്. 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആദ്യ ഭാവത്തിൽ ജന്മരാശിയിലുണ്ട്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ജന്മരാശിയിലുണ്ട്. 20 വരെ ആ ബിസിനസ്സുകാരൻ വക്രസ്ഥിതിയിലാണ്. 7-ാം ഭാവരാശിയിലാണ് ഗ്രഹണം നടക്കുന്നത്, ചന്ദ്രഗ്രഹണം. അപ്പോൾ കഴിവത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആദ്യത്തെ വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഭിന്നത അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ചിലപ്പോൾ ആദ്യത്തെ വാരം ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ കരാർ വർക്കിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ കരാറിൽ ഏർപ്പെടുന്നവർ ആ കരാറിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ സൂര്യനൊക്കെ 2-ലേക്ക് മാറുന്നു. അപ്പോൾ ബിസിനസ് വഴിയൊക്കെ ആ 7-ാം ഭാവാധിപൻ 2-ലേക്കൊക്കെ വരുമ്പോൾ ബിസിനസ് വഴിയൊക്കെ ധനനേട്ടത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. മാത്രമല്ല ശുക്രനും ആ 2-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് കുടുംബ ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. 11 മുതൽ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അതുപോലെ ബുധൻ, ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 21 മുതൽ ആ ബുധനും നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ബിസിനസ് ക്രമേണ ബിസിനസ്സിൽ പ്രോഗ്രസ്, ബിസിനസ്സിൽ ലാഭവർദ്ധനവ്, വരുമാന വർദ്ധനവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട്. അപ്പോൾ ബുധൻ 5ഉം 8ഉം ഭാവാധിപനും കൂടെയാണ്. 5-ലാണെങ്കിൽ ഗുരു ഉണ്ട്. ഗുരു വക്രത്തിലാണെങ്കിലും മാർച്ച് 11 മുതൽ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ പഠനത്തിലൊക്കെ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ഫോക്കസ് കൂടും. പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ തയ്യാറാക്കും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും. സ്പീച്ചിൽ, പ്രത്യേകിച്ച് പ്രഭാഷണത്തിലൊക്കെ തിളങ്ങും. ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2-ൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഉന്നത പഠനത്തിലൊക്കെ വലിയ നേട്ടങ്ങളെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 9-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് വിദേശത്തൊക്കെ പഠനം, ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അവസാനത്തെ പകുതി രവിയും ശുക്രനും ഒക്കെ ബന്ധം വരുന്നതുകൊണ്ട് കഴിവതും ആ ശനിയുമായിട്ടൊക്കെ ആ സൂര്യന് ബന്ധം വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉന്നത പഠന മേഖലയിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ സംയമനം, വിനയപൂർവമായിട്ടുള്ളൊരു സമീപനം അധ്യാപകരോട് ഉണ്ടാകണം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 4-ഉം 9-ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ യോഗകാരകനും കൂടിയാണ്. യോഗകാരകനായിട്ടുള്ള ശുക്രൻ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ മാർച്ച് 2-ൽ വരുന്നുണ്ട്. മാർച്ച് 24 വരെ ആ ശുക്രൻ 2-ൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ധനനേട്ടത്തിനും ധനഭാഗ്യത്തിനും സമ്പാദ്യവർദ്ധനവിനും ഒക്കെ തന്നെ ആ ശുക്രൻ്റെ 2-ലെ ഉച്ചസ്ഥിതി വഴിതെളിക്കും. മാത്രമല്ല ധനഭാവാധിപൻ വേഴഗ്രഹമാണ്. ആ വേഴഗ്രഹം മാർച്ച് 11 മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ 5-ൽ നേർസഞ്ചാരത്തിൽ വരികയാണ്. ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട്. ആ ഗുരുവിൻ്റെ ദൃഷ്ടി 11-ാം ഭാവരാശിയിലുമുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ധനാഗമം കൂടുന്നതിന് സാധ്യതയുള്ള മാസം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇച്ഛാപൂർത്തി സ്ഥാനത്തൊക്കെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ
നിവർത്തിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇവർക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല സാമൂഹ്യ ബന്ധങ്ങൾ വഴി, അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഇടപെടുന്നത് വഴി, അതുപോലെ വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി ജന്മരാശിയിലുണ്ട്. 7ൽ കേതു ഉള്ള സമയമാണ്. രവിയും ബുധനും കുജനും 7ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. പ്രത്യേകിച്ച് സൂര്യൻ ആദ്യത്തെ പകുതി 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ വാരം 7ാം ഭാവരാശിയിലാണ് ഗ്രഹണം വരുന്നത്, ചന്ദ്രഗ്രഹണം വരുന്നത്. അത് വിവാഹ ആലോചനകൾക്ക് ചിലപ്പോൾ താല്പര്യക്കുറവിനോ അല്ലെങ്കിൽ ആലോചനകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾക്കോ സാധ്യത കാണിക്കുന്നുണ്ട്. രവിയും അതുപോലെ രാഹുവും ചൊവ്വയും ഒക്കെ തന്നെ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ബുധൻ വക്രത്തിലുമാണ് എന്നുള്ളത് കൊണ്ട് ആലോചന വന്നാൽ തന്നെയും തിടുക്കത്തിലൊരു തീരുമാനം എടുക്കരുത്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ കെയർ വേണം. ചതി, വഞ്ചന ഇവയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉണ്ട്. അതുപോലെ ശനി ശുക്രനുമായിട്ടൊക്കെ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രണയബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. ജന്മരാശിയാധിപനും ശുക്രനുമായിട്ടുള്ള ആ ബന്ധം അത് പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബുധൻ വക്രസ്ഥിതിയിലായതുകൊണ്ട് 5ാം ഭാവാധിപന് വക്രസ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യ വാരം കഴിയുമ്പോൾ ഗുരുവും 5ൽ നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അതൊക്കെ തന്നെ പ്രണയബന്ധം സ്മൂത്താക്കും. അപ്പം പ്രണയ കമിതാക്കൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് പരിഹരിച്ച് പോകാൻ കഴിയുന്ന സമയമാണ്. ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7ൽ കേതുവാണ്. കേതു ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ആദ്യവാരമൊക്കെ 7ൽ ഗ്രഹണവും കൂടെ നടക്കുകയാണ്. അപ്പോൾ സൂര്യനും ചൊവ്വയും ബുധനും ഒക്കെ തന്നെ സൂര്യൻ ആദ്യ പകുതി തന്നെ ആ 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ാം ഭാവാധിപൻ 7 ദൃഷ്ടി ചെയ്യുന്നു എങ്കിലും അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. സൂര്യന് രാഹുവുമായിട്ടുള്ള ബന്ധമുണ്ട്. വക്രബുധൻ അവിടെ 7ൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ശുക്രനൊക്കെ ഉച്ചസ്ഥിതിയിലാണെങ്കിലും ദാമ്പത്യ ബന്ധത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ഈഗോ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുക്കണം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ 2ൽ ശുക്രനും ശനിയും. ശുക്രൻ ഉച്ചസ്ഥിതനാണ്. അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിനാണെങ്കിൽ വക്രസ്ഥിതി മാറുന്നുണ്ട്. ശുക്രനാണെങ്കിൽ 4ാം ഭാവാധിപനും കൂടിയാണ്. 4ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത് ഉച്ചസ്ഥിതനായിട്ട്. അപ്പോൾ അത് നമുക്ക് കുടുംബത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് കുടുംബജീവിതം പൊതുവേ നമുക്ക് സന്തോഷകരമാകുമെന്ന് പറയാം. ഇപ്പോൾ വീട്, വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ ശുക്രൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ, ചിലപ്പോൾ ധനഭാഗ്യത്തിനും സാധ്യതയുണ്ട്. അതേസമയം ജന്മരാശിയിൽ കുജനും രാഹുവുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് അല്പം അഗ്രസീവ് എനർജി ഈ കുറുകാർക്ക് ഉണ്ടാകാം. അതായത് പ്രകോപനപരമായിട്ട് ചിലപ്പോൾ ക്ഷോഭിക്കുന്ന രീതിയിലൊക്കെ റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അവയിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോയാൽ നമുക്ക് ആ പ്രകോപനപരമായ റിയാക്ഷനൊക്കെ ഒന്ന് ഒഴിവാക്കാമെങ്കിൽ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം. മാർച്ച് 1, 2, 5, 6, 15, 16, 28, 29 ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞത് ഈ മാർച്ച് മാസത്തിലെ പ്രത്യേകിച്ച് കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള
ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. അതേസമയം ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. ചിലപ്പോൾ ഗുണാനുഭവം കൂടാം, ചിലപ്പോൾ ഗുണാനുഭവം കുറയാം. അതൊക്കെ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവും ആണെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം കൂടും. മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ ഇപ്പോൾ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുംഭക്കൂറും കുംഭലഗ്നവും ഒന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നക്ഷത്രത്തിൽ പല സമയത്ത് ജനിക്കുന്നവർക്ക് പല ലഗ്നരാശികൾ വരും. അപ്പോൾ കുംഭക്കൂറിൽ പിറന്നവർക്ക് ചിലർക്ക് കുംഭലഗ്നം വരാം, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികളും വരാം. അപ്പോൾ കുംഭലഗ്നം അല്ലാതെ ഉള്ള മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലഗ്നരാശി ഏതാണ്, അത് ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത്, അതനുസരിച്ചുള്ള ഗ്രഹസ്ഥിതികൾ ഇവയൊക്കെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കുംഭക്കൂറിൻ്റെ ഫലം കേൾക്കുന്നവർ വെറും കൂറിൻ്റെ ഫലം മാത്രം കേട്ടാൽ പോരാ, അവർക്ക് എവിടെയാണ് ലഗ്നം വന്നിട്ടുള്ളത് എന്ന് നോക്കി ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ നമുക്ക് മാർച്ച് മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, ഈ കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ സൂക്ഷ്മത, വളരെ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ലഗ്നഫലവും ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.